നമസ്കാരം. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അവസാന പാഠഭാഗം 14ാമത്തെ പാഠം മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറഞ്ഞ ഒരു കവിതയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. മലയാളിയുടെ പ്രിയ എഴുത്തുകാരനായിട്ടുള്ള ONV കുറുപ്പിന്റെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ്. കലകൾ കാവ്യങ്ങൾ എന്ന ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗം വളരെ ഗംഭീരമായിട്ട് തന്നെ എഴുതിയിരിക്കുന്ന നല്ല ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പാഠഭാഗം കൂടിയാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ്. എക്സാം പോയിന്റിന്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ വിശദ വിവരങ്ങളും അതിനകത്ത് ലഭ്യമാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഒട്ടനവധി മലയാള കവികളാൽ സമ്പന്നമാണ് നമ്മുടെ മലയാള സാഹിത്യം. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ ONV കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേവലം കവിതകൾ മാത്രമായിരുന്നില്ല, സിനിമയിലും കൂടി അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന ONV കുറുപ്പ് 1931 മെയ് 27 ജനിക്കുന്നത്. ഒറ്റപ്രാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നാമം. 1982 മുതൽ 87 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു അദ്ദേഹം. കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ സ്ഥാനവും ONV വഹിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2007 ജ്ഞാനപീഠ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിരുന്നു. 6 പേർക്ക് മാത്രമാണ് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ കഴിവ് എത്ര വലുതാണെന്ന്. പത്മശ്രീ 1998 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 2011 പത്മവിഭൂഷൺ നൽകി കേന്ദ്രം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് നാടകങ്ങൾക്കും സിനിമകൾക്കും അതുപോലെ തന്നെ ടെലിവിഷൻ സീരിയലുകൾക്കും നൃത്തശില്പങ്ങൾക്കും എല്ലാം തന്നെ അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. 2016 ഫെബ്രുവരി 13 അദ്ദേഹം അന്തരിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പൊരുതുന്ന സൗന്ദര്യം, മയിൽപ്പീലി, ദാഹിക്കുന്ന പാനപാത്രം, അഗ്നിശലഭങ്ങൾ, അക്ഷരം, ഒരു തുള്ളി വെളിച്ചം, ഉപ്പ്, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൂമിക്കൊരു ചരമഗീതം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. സർഗം, പഴശ്ശിരാജ പോലെയുള്ള സിനിമകൾക്കും അദ്ദേഹം തൻ്റെതായിട്ടുള്ള രീതിയിൽ നല്ല മികച്ച ഗാനരചന നടത്തുകയും ചെയ്തിരുന്നു. മൈക്കൽ ആഞ്ചലോ മാപ്പ്. ആരാണ് മൈക്കൽ ആഞ്ചലോ? ലോകപ്രശസ്തനായിട്ടുള്ള ഇറ്റാലിയൻ ചിത്രകാരനും ഗവേഷകനും കവിയുമെല്ലാമായിരുന്നു മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോന്റെ ഏറ്റവും പ്രശസ്തമായുള്ള ശില്പമാണ് ലാ പിയാത്ത. ആ ലാ പിയാത്ത എന്ന് പറഞ്ഞ് ആ ശില്പവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ. ഈ ശില്പത്തിന് നേർക്ക് 1972 മെയ് 21 മയക്കുമരുന്നിന്റെ ഉന്മാദം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് നടത്തിയ ആക്രമണത്തെ പറ്റിയിട്ടുള്ള പത്രവാർത്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ONV കുറുപ്പിന്റെ ഈ ഒരു കവിത. പിയാത്ത നേരിൽ കണ്ട അനുഭവമാണ് വായനക്കാർക്ക് ഈ ഒരു കവിത പകർന്നു നൽകുന്നത്. ക്രിസ്തുവിന്റെ മരണമുണ്ടാക്കിയ ദുഃഖം ഈ ഒരു കവിതാ പാരായണത്തിലൂടെ നാം അനുഭവിക്കുന്നു. ഒരു ചെറിയ ചലനവും ഒരു നോട്ടവും ഒരു കണ്ണുനീർ തുള്ളിയും സ്നേഹസങ്കടങ്ങളും എല്ലാം ഒരു സർഗരചനയ്ക്ക് പ്രേരകമാകാമെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കവിത കൂടിയാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ്. ഒരു പത്രവാർത്ത, അതും ഒരു ശില്പം തകർപ്പെട്ട സംഭവം, അതിൽ നിന്നാണ് ഈ ഒരു കവിത രൂപം കൊള്ളുന്നത്. കുരിശുമരണത്തിന് ശേഷം താഴേക്ക് എടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ മൃതദേഹത്തിൽ വിലപിക്കുന്ന കന്യാമറയത്തിന്റെ കലാരൂപത്തിലുള്ള ചിത്രീകരണമാണ്. ഇറ്റാലിയൻ ഭാഷയിൽ നൽകപ്പെട്ട നാമമാണ് പിയാത്ത. കരുണ എന്നാണ് ഇതിനൊരു അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കവിതയിലേക്ക് ശരിക്കും ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഈ മയക്കുമരുന്ന് ബാധിച്ച ഈ ശില്പം തകർത്തവർക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തെറ്റിന് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറഞ്ഞ് ഈ ഒരു കവിത ONV കുറുപ്പ് രചിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, കവിത വായിച്ചിട്ട് നമുക്ക് ആശയത്തിലേക്ക് കിടക്കാം. കവിതയിലേക്ക് നമുക്ക് കിടക്കാം. ഒടുവിൽ കുരിശിൽ നിന്നിറക്കി ജഡം, താഴെ ഒരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നോരമ്മ, തൻ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം, തൻ മകനുടെ ആറിത്തണുത്ത തിരുഗാത്രം, ഒരു വെൺലില്ലിപ്പൂവിൻ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകൾ ഉടലാകെ. കുരിശുമരണത്തിന് ശേഷം യേശുക്രിസ്തുവിനെ കന്യാമറിയം എടുത്ത് മടിയിൽ വെച്ചിരിക്കുകയാണ്. കുരിശിൽ നിന്നിറക്കിയ യേശു ക്രിസ്തുവിന്റെ ജഡം നോക്കി സൂര്യശിലയായി തീർന്ന കന്യാമറിയം അമ്മ തൻ്റെ മകന്റെ തണുത്താറിയ തിരുശരീരത്തിന്മേൽ തഴുകിയിരിക്കുന്നു. ഗാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എന്നാണ്.
മകന്റെ ആറിത്തണുത്ത തിരുഗാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ചൂടുണ്ടാകില്ല, തണുത്തുറഞ്ഞിരിക്കുന്നു. അമ്മയുടെ മനസ്സാകെ കല്ലുപോലെ ശരിക്കും സൂര്യശിലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്ന പുത്രദുഃഖമാണ്. അത് അനുഭവിച്ചുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ക്രിസ്തു കുരിശിലേറുന്നത്. ആ വേദന എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ മകന്റെ ശരീരം മടിത്തട്ടിൽ വെച്ചുകൊണ്ട് അമ്മ വിലപിക്കുകയാണ്. ചുവന്ന രേഖകൾ പടർന്ന ലില്ലിപ്പൂ പോലെയുള്ള ജഡമായിരുന്നു. ശരിക്കും ലില്ലിപ്പൂ പോലെയുള്ള ശരീരമാണ്. അത്രയും പവിത്രമായിട്ടുള്ള ഒരു ശരീരമായിരുന്നു ക്രിസ്തുവിൻ്റെത്. ആ ശരീരത്തിലൂടെ ചുവന്ന രേഖകൾ പടർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോരപ്പാടുകളാണ്. ചോര പലത് അത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അപ്പൊ ശരീരമാകെ ചോര കൊണ്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. അവന്റെ കൂമ്പിയ കണ്ണുകൾ അപ്പോഴും പിതാവേ നീ ഇവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവർക്ക് നന്മ മാത്രം നൽകണേ, ഇവരോട് പൊറുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സമയത്തും ഉണ്ടായിരുന്നു. തിരുശോണിതം വാർന്ന പാടുകൾ ഉടലാകെ താതാ നീ ഇവരോട് പൊറുക്കണമേ എന്ന് പാതി കൂമ്പിയ കണ്ണുകൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. പാതി കൂമ്പി ആ കണ്ണുകള് ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? നീ ഇവരോട് പൊറുക്കണമേ എന്ന്. അത്രയും വിശാലമായിട്ടുള്ള ഒരു മനസ്സ് ലോകത്തിന് പഠിപ്പിച്ചു തന്നിരുന്നു. എന്തും പൊറുക്കാനും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്നുള്ള വലിയൊരു പാഠം. തന്നിൽ നിന്ന് അടർന്നൊരു മുത്തിനെ ആരോ കുത്തി നെഞ്ചകം പിളർന്നൊരു മുത്തിനെ വീണ്ടും തൻ്റെ അംഗത്തിലെതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂകസങ്കടം പോലെയമ്മ ഇരിപ്പു. കരയുവാൻ കണ്ണുനീരില്ല, തുരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ ഉരുകാതെ വിങ്ങും ഉൾത്താപം പോലെ. അടർത്തിയെടുത്ത് മുത്തു നഷ്ടപ്പെട്ട പാഴ്ചിപ്പിയെ പോലെ ആയിത്തീർന്നു ആ പാവം അമ്മ. അമ്മയ്ക്ക് കരയുവാനായിട്ട് കണ്ണുനീരില്ല, പറയുവാനായിട്ട് വാക്കുകളൊന്നും തന്നെയില്ല. അതാണ് ആ പറയുന്നത്, സങ്കടം പോലെ അമ്മ ഇരിപ്പു, കരയുവാൻ കണ്ണുനീരില്ല, തുരിയാടുവാൻ എന്നാണ് എഴുതിയേക്കുന്നത്. വായിക്കേണ്ടത് ഉരിയാടുവാൻ. ഉരിയാടെന്ന് പറഞ്ഞാൽ പറയാനായിട്ട്, പറയുവാൻ വാക്കുകളില്ല. എന്തു പറയും? മുൻപ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ് ആ സ്ത്രീ അനുഭവിക്കുന്നത്, കന്യാമറിയും അനുഭവിക്കുന്നത്. അവർക്കൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല. ഒന്നും സംസാരിക്കാൻ ഒരു വാക്കുകൾ കിട്ടാതെ അവർ വല്ലാതെ വിങ്ങിപ്പൊട്ടുന്നു. കത്താതെ ഉരുകാതെ വിങ്ങും ഉൾത്താപം പോലെ. ചില ഉജ്ജ്വല മുഹൂർത്തങ്ങളാണ് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത വേദനയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഉരുകും ഉൾത്താപം, സങ്കടം കാരണം അവരിങ്ങനെ ഉരുകി വിങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണാനായി കഴിയുന്നത്. ഈ ഒരു ശില്പം കണ്ടിട്ട് കവി വല്ലാതെ വേദനയോടുകൂടി ആ ശില്പത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഉദിച്ചു വരുന്നു. ഉറ്റുനോക്കി ഞാൻ നിൽക്കെ പിന്നെയും പിയത്തയെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ എന്നിനുള്ളിൽ ഉദിക്കുന്നു. പിയത്ത എന്ന് പറഞ്ഞാൽ ശില്പത്തിന്റെ പേരാണ്, നമ്മൾ മുൻപ് പറഞ്ഞതാണത്. ആ ശില്പത്തെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വല്ലാതെ വേദനയോടുകൂടി കുറ്റബോധത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ചിന്തകൾ വരികയാണ്. ദൃക്സാക്ഷിയാകുന്നു ഞാൻ അരിമത്യായിൽ നിന്ന് എത്തും ഔസേപ്പിനൊപ്പം, ഗലീലി സ്ത്രീകൾക്കൊപ്പം, അറിവിനടുത്ത് നിന്ന് അറിവേൻ ഭൂമിക്കൊപ്പം, അഴലിൻ ചുമടുമായി ഇരിക്കുമൊരു അമ്മയെ. കുരിശും വഹിച്ചുകൊണ്ട് ക്രിസ്തു നടക്കുന്ന യാത്രാമധ്യേ അദ്ദേഹം അവശനായി കുഴഞ്ഞു വീണപ്പോൾ അദ്ദേഹത്തെ സഹായിച്ച അരിമത്യാക്കാരനായ ജോസഫിനൊപ്പം, ഗലീലിയ സ്ത്രീകൾക്കൊപ്പം താനുമുണ്ടെന്ന് കവിക്ക് തോന്നുകയാണ്. ഭൂമിയെ പോലെ ദുഃഖത്തിന്റെ ചുമടുമായിരിക്കുന്ന ആ അമ്മയെ കവി കാണുകയാണ്. മരണം ആശ്ലേഷിച്ചിട്ട് പോലും തൻ്റെ മകന് പിന്നെയും ജീവനുണ്ടോ എന്ന് അവർ ചിന്തിച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ വരികളാണ് അടുത്തതിൽ പറയുന്നത്. ഭൂമിക്കൊപ്പം അഴലിൻ ചുമടുമായി ഇരിക്കുമൊരമ്മയെ. ആ അമ്മയെ ഭൂമിക്ക് തുല്യമായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. സകല വേദനകളും ഏറ്റുകൊണ്ട് വലിയൊരു ചുമടാണ്, ഒരു ഭാരമാണ് അവരുടെ മനസ്സിലുള്ളത്. കാരണം അവരുടെ മകൻ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. മൃതി ആശ്ലേഷിച്ചാലും പിന്നെയും മാതാവിൻ്റെ മടിയിൽ ഉയിർ തേടി അണയും തൃപുത്രനെ. അതായത് വീണ്ടും ആ ഒരു ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ആഗ്രഹമാണ് അമ്മയ്ക്ക്. റിയാലിറ്റി അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷേ തൻ്റെ മകൻ്റെ ശരീരത്തിൽ ഇത്തിരിയെങ്കിലും ജീവനുണ്ടോ എന്ന് തിരിയുന്ന അമ്മയുടെ ആ ദുഃഖം ഒരിക്കലും പറഞ്ഞറിയിക്കാനായിട്ട് കഴിയില്ല. നന്ദി ഓതുന്നു ഞാൻ എൻ ഗൈഡിനും വത്തിക്കാനും. നന്ദി പറയുകയാണ് ഈ ശില്പം കണ്ടതിന് ഗൈഡിനോടും അതുപോലെ തന്നെ വത്തിക്കാനോടും പ്രിയപ്പെട്ട മൈക്കൽ ആഞ്ചലോയോടും കവി ഇവിടെ നന്ദി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മൈക്കൽ ആഞ്ചലോ, നന്ദി നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു. നിൻ കരം മുത്തുന്നു ഞാൻ.
അദ്ദേഹം പറയുന്ന കാര്യമാണ് ഗൈഡിനോടും വത്തിക്കാനോടും അതുപോലെ തന്നെ ഇതിൻ്റെ ശില്പിയായിട്ടുള്ള മൈക്കൽ ആഞ്ചലോയോടും വല്ലാതൊരു നന്ദി. നിന്റെ കയ്യിലൊരു മുത്തം നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷമായി എന്നാണ് ഇവിടെ ONV ഇവിടെ പറയുന്നത്. നിൻ കൈകൾ ചലിപ്പതു കാണുമു ഞാൻ അതിൻ സർഗമംഗല ഗാനം കേട്ടു നിൽപ്പു ഞാൻ. നിർനിദ്രമാം നിന്റെ രാവുകൾ വിയർത്തുരുകും പകലുകൾ പങ്കിടുന്നു ഞാൻ. പിന്നെ നീയൊത്തു പാനം ചെയ്ത് തെല്ലിട മയങ്ങുന്നു ഞാൻ. മൈക്കൽ ആഞ്ചലോയുടെ കരം ഞാൻ മുത്തുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ശില്പനിർമ്മാണത്തിന് ദൃക്സാക്ഷിയാവുന്നത് പോലെ തനിക്ക് അനുഭവപ്പെടുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. മൈക്കൽ ആഞ്ചലോയുടെ കൈകൾ ആ ശില്പം ഉണ്ടാക്കാനായിട്ട് ചലിക്കുന്നതായിട്ട് കവിക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉറങ്ങാത്ത രാവുകളും ഒരുപാട് മംഗളഗാനങ്ങളും എല്ലാം തന്നെ, അതുപോലെ വിയർത്തൊലിക്കുന്ന പകലുകളും ഉറങ്ങാത്ത രാവുകളും എല്ലാം തന്നെ ONVയുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. മൈക്കൽ ആഞ്ചലോയുടെ നന്ദിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുത്തുന്നതായിട്ടും എല്ലാം തന്നെ ONV കുറിപ്പ് ചിന്തിക്കുകയാണ്. നിൻ കൈകൾ ചലിപ്പതു കാണുമു ഞാൻ അതിൻ സർഗമംഗല ഗാനം കേട്ടു നിൽപ്പു ഞാൻ. ശില്പം ഉണ്ടാക്കാനായിട്ട് മൈക്കൽ ആഞ്ചലോയുടെ കൈകൾ ചലിക്കുന്നതും അതുപോലെ മംഗളഗാനം കേൾക്കുന്നതും എല്ലാം തന്നെ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. നിദ്രമാം നിൻ രാവുകൾ വിയർത്തുരുകും പകലുകൾ പങ്കിടുന്നു ഞാൻ. നിന്റെ ഉറങ്ങാത്ത രാവുകളും അതുപോലെ തന്നെ വിയർത്തൊലിക്കുന്ന പകലുകളും കവി ഒപ്പം പങ്കിടുന്നത് പോലെ തോന്നുകയാണ്. പിന്നെ നീ ഒത്തു പാനം ചെയ്തു തെല്ലിട മയങ്ങുന്നു ഞാൻ. നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും പാനം ചെയ്യുകയും അതുപോലെ തന്നെ നിന്നോടൊപ്പം കിടന്ന് മയങ്ങുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ONV കുറിപ്പ് ഇങ്ങനെ ചിന്തിക്കുന്നു. നിന്റെ സ്വപ്നത്തിൽ ഉൽഫുല്ലമാം സൗന്ദര്യത്തെ കണ്ടു പൈതലെ പോലെ. അതുപോലെ തന്നെ കുളിർ വെണ്ണക്കല്ലിനു മീതെ പറക്കുന്ന കരിവണ്ടാകുന്ന ചുറ്റിക പാറിപ്പറക്കുന്നത്, നിന്നോടൊപ്പം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതും എല്ലാം തന്നെ കവി ഇങ്ങനെ ഓർക്കുകയാണ്. പുഞ്ചിരിപ്പു ഞാൻ വീണ്ടും ഉണർന്ന കുളിർ വെണ്ണക്കല്ലിനു മീതെ നിന്റെ ചുറ്റികയൊരു കരിവണ്ടു പോലെ ചുറ്റിപ്പറന്ന് ഉളിതൻ നിറുകയിൽ ചുംബിക്കും ഹർഷോന്മാദ സീൽക്കാരം കേൾക്കുന്നു ഞാൻ. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ശില്പത്തിലേക്ക് ഇങ്ങനെ ചുറ്റിക വരുന്ന മൈക്കൽ ആഞ്ചലോയുടെ ചുറ്റിക വരുന്നത് ശരിക്കും അതൊരു കരിവണ്ട് പാറിപ്പറുക്കുന്നതായിട്ടാണ് ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത്. അതിങ്ങനെ കാണുന്ന സമയത്ത് വല്ലാതൊരു സന്തോഷം, അതിൻ്റെ ആ ഒരു ശബ്ദവും അതുണ്ടാക്കുന്ന രീതികളൊക്കെ കാണുമ്പോൾ തനിക്ക് വല്ലാതെ ഒരു അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇന്നലെ വരെ അതൊരു കല്ല് മാത്രമായിരുന്നു, ഇന്നാണ് അത് ഭംഗിയുള്ള അർത്ഥവത്തായിട്ടുള്ളൊരു ശില്പമായിട്ട് മാറുന്നത്. ഉളിയുടെ നെറുകയിൽ ചുറ്റിക ചുംബിക്കുന്ന സീൽക്കാരം കവി ഇവിടെ കേൾക്കുകയാണ്. ഇന്നലെ വെറും ജഡശിലയായിരുന്നതിൽ നിന്നു നീ കരുണതൻ ഭാവഗാനത്തെ തൊട്ടുണർത്തവേ നിന്നോടൊത്തുണർന്നു ഞാൻ. നിന്നോടൊത്തുറങ്ങി ഞാൻ, നിന്നോടൊത്ത് അനശ്വരനായി ഞാൻ. ഇവിടെ ലാപ്പിയാത്ത എന്ന് പറഞ്ഞ മൈക്കൽ ആഞ്ചലോയുടെ പ്രശസ്തമായിട്ടുള്ള ഈ ശില്പത്തിന് കരുണ എന്നാണ് അർത്ഥം വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇന്നലെ വരെ വെറും കല്ലായിരുന്നു ഈ ശില്പം, ഇന്ന് കരുണയുടെ ഭാവഗാനം സൃഷ്ടിക്കുകയാണ് ഈ ശില്പം. താൻ മൈക്കൽ ആഞ്ചലോയോടൊപ്പം ഉറങ്ങുകയും ഉണരുകയും അവനോടൊപ്പം അനശ്വരനായി തീരുകയും ചെയ്തു എന്നാണ് കവി ഇവിടെ പറയുന്നത്. നന്ദി മൈക്കൽ ആഞ്ചലോ, നിൻ സംഗീതം നിന്റെ കണ്ണീരുറഞ്ഞ് ഉയിരാർന്നൊരീ പിയത്തയെ എന്നുള്ളിൽ എടുത്തതി ഭദ്രമായി ഇരുത്തി ഞാൻ. മൈക്കൽ ആഞ്ചലോയുടെ കവി മനസ്സ് ഒത്തിരി ഇങ്ങനെ നന്ദി പറയുകയാണ് മൈക്കൽ ആഞ്ചലോയോട്. കാരണം ഇത്രയും വലിയൊരു അനുഭവമാണ് എനിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്ക് മാത്രമല്ല, ലോകത്തെല്ലാവർക്കും വലിയൊരു അനുഭവമാണ് ഇവിടെ അദ്ദേഹം നൽകിയിരിക്കുന്നത്. ആ ശില്പിയുടെ കണ്ണീരുറഞ്ഞ് ജീവൻ വച്ച ഒരു ശില്പമായിരുന്നു. കാരണം എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ച ഒന്നാണ് ക്രിസ്തുവിൻ്റെ ആ ഒരു മരണം. വല്ലാതെ വേദനിപ്പിക്കുന്ന ആ ഒരു ക്രൂശിക്കപ്പെട്ട ആ ഒരു മരണം എന്ന് പറയുന്നത്, അത് വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിക്കാനായിട്ട് മൈക്കൽ ആഞ്ചലോയ്ക്ക് കഴിഞ്ഞിരുന്നു. നന്ദി മൈക്കൽ ആഞ്ചലോ, നിന്റെ സംഗീതം നിന്റെ കണ്ണീര് ഉറഞ്ഞുയിരാർന്നൊരു പിയത്തെ, നിന്റെ കണ്ണീര് ഉറഞ്ഞുകൊണ്ട് നിന്റെ കണ്ണീരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ ഒരു ശില്പം എന്നാണ് ONV പറയുന്നത്. എന്നുള്ളിൽ എടുത്തതി ഭദ്രമായിരുത്തി ഞാൻ. ആ ശില്പത്തെ ഭദ്രമായി കവി തൻ്റെ മനസ്സിലിരുത്തി. പിന്തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് വീണ്ടും ഒരു ഇടിവിട്ട് പോലത്തെ ചുറ്റിക മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. പിന്തിരിയുമ്പോൾ കേട്ടൻ ഇടിവെട്ടുമ്പോലൊരു ചുറ്റിക മുട്ടും ശബ്ദം തകർന്നു വെൺപൊട്ടുകൾ പൊടികളായി ദയാർദ്രതയുടെ വെളുത്ത കൈത്താമര കൺപോള. നിഷാദ നീ നിർത്തു, കണ്ണിൽ എനിക്കില്ല, കൈ ഞാൻ ഇല്ലാതായി. പെട്ടെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ചുറ്റികയുടെ കനത്ത ശബ്ദം കേൾക്കുന്നത്. 2 തവണയാണ് ചുറ്റികയുടെ ശബ്ദം വരുന്നത്.
നേരത്തെ ഒരു കരിവണ്ട് പോലെ പാറിപ്പറക്കുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? ഒരു ശില്പത്തെ, ഒരു കല്ലിനെ ഒരു ശില്പമാക്കി മാറ്റാൻ. രണ്ടാമത്തെ തവണ ചുറ്റികയുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് ആ ശില്പം തകർക്കപ്പെടുന്നതിന്റെ സൂചനയായിരുന്നു. ആ ശില്പം വെൺപൊട്ടുപൊടികളായി തകർന്നു തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. ആർദ്രതയുടെ വെളുത്ത കൈത്താമര തകർന്നു പോയിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു യുവാവാണ് അത് തല്ലി തകർന്നത്. താൻ ഒരു ദൈവമാണെന്ന് അവരോധിച്ചുകൊണ്ടൊക്കെ നടന്ന ഒരു ഭ്രാന്തമായിട്ടുള്ള മയക്കുമരുന്നുകാരന്റെ ഒരു ജൽപ്പനങ്ങൾ എല്ലാത്തോടു കൂടിയാണ് അയാൾ അവിടെ പ്രവേശിച്ചത്. ഒട്ടും ദാക്ഷിണ്യമില്ലാതെ തന്നെ അത് തച്ച് തകർക്കുകയും ചെയ്തിരുന്നു. ഹേ കാട്ടാള, നീ ഇത് നിർത്തൂ എന്നാണ് കവി അലറി പറഞ്ഞത്. താനാകെ ഇല്ലാതായി പോകുന്നതായിട്ട് കവിക്ക് അനുഭവപ്പെടുകയാണ്. കാരണം അത്രയും താൻ ആഗ്രഹിച്ച്, അത്രയും താൻ വേദനയോടുകൂടി കണ്ടു കഴിഞ്ഞ്, അത്രയും ആസ്വദിച്ച് ഒരുപാട് മാപ്പെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ അനുഭവങ്ങൾ ഇവിടെ എഴുതുന്നത്. താനാകെ ഇല്ലാതാകുന്നത് പോലെയായിട്ട് കവിക്ക് തോന്നുകയാണ്. അത്രയും പ്രാധാന്യം അദ്ദേഹം ആ ശില്പത്തിന് കൊടുത്തിരുന്നു. അതാണ് നിമിഷ നേരം കൊണ്ട് ഒരു ഭ്രാന്തൻ തകർത്ത് തരിപ്പണമാക്കി കളയുന്നത്. വെളുത്ത കൈത്താമര, കൺപോള, നിഷാദ, നീ നിർത്തു, കണ്ണിൽ എനിക്കില്ല, കൈ ഞാൻ ഇല്ലാതെയായി. നിഷാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാള, ക്രൂരമായിട്ടുള്ള മനസ്സുള്ളവനെ. വൃദ്ധനായി അസ്വസ്ഥനായി ഒന്നുറങ്ങുവാൻ പോലും ഡ്രഗുകൾ തേടുപോകുമീ ശതാബ്ദത്തിൻ ഭ്രാന്ത ജൽപ്പനം കേട്ടൻ പിന്നെ തച്ചുടയ്ക്കുവാൻ മാത്രം ചുറ്റികയെടുത്തൊരു പയ്യന്റെ ചുണ്ടിൽ നിന്നും. ഭ്രാന്തമായിട്ടുള്ളൊരു പുതിയൊരു യുഗത്തിന്റെ ഒരു മന്ദഹാസം കേൾക്കുകയാണ്. എന്തുകൊണ്ടാണത്? വല്ലാതെ ഡ്രഗുകൾക്കെല്ലാം തന്നെ, മയക്കുമരുന്നിനെ അടിമപ്പെട്ട ഒരുവനാണ് അത് ചെയ്തിരിക്കുന്നത്. അവന്റെ കയ്യിൽ സൃഷ്ടിക്കാനായി ചുറ്റിക കയ്യിലെടുത്ത പഴയ തലമുറയും എല്ലാം തച്ചു നശിപ്പിക്കാനായി മാത്രം ചുറ്റിക എടുക്കുന്ന പുതിയ തലമുറയും ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ആ പഴയ തലമുറ എല്ലാം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പുതിയ തലമുറ നമ്മുടെ നാടിനെയും സംസ്കാരത്തെയും എല്ലാം തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളൊരു ചിന്ത കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു കവിതയിലൂടെ തന്നെ വലിയ വിമർശനങ്ങൾ, സാമൂഹ്യ വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇന്നത്തെ പുതുതലമുറ ഡ്രഗ്സിന് പിന്നാലെ പായുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ പുതിയ ക്രിയാത്മകമായിട്ടൊന്നും ചെയ്യാതെ പഴയതിനെ നശിപ്പിക്കാനും ആധുനികതയുടെ പേരും പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ രീതികളെല്ലാം തന്നെ നശിപ്പിച്ചെടുക്കാനും മുന്നേറുന്ന ചില പുതുതലമുറയ്ക്കുള്ള ഒരു വിമർശനം കൂടി ഈ വരികളിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാൻ കഴിയും. ചുറ്റികയെടുത്തൊരു പയ്യന്റെ ചുണ്ടിൽ നിന്നും അവന് ചുറ്റും ബിംബഭഞ്ജക പരിവേഷമണിയിക്കുവാൻ ഏതോ ക്യാമറ കൺചിമ്മുന്നു. ഈ തച്ച് തകർത്തവന്റെ, ഈ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളവന്റെ, പിയാത്ത തകർത്തവന്റെ ഫോട്ടോകൾ എടുക്കാനായിട്ട് എല്ലാവരും ക്യാമറ കണ്ണുകളുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മാപ്പ് നൽകുകൻ പ്രിയ മൈക്കലാഞ്ചലോ, മാപ്പ്. മൈക്കലാഞ്ചലോട് കവി വീണ്ടും മാപ്പ് ചോദിക്കുകയാണ്. എന്താണ് ഇവർ ചെയ്തതെന്ന് ഇവർ കൃത്യമായിട്ട് അറിയുന്നില്ല. വലിയൊരു പാതകമാണ്, നിന്റെ രക്തമാണ്, അല്ലെങ്കിൽ നിന്റെ സ്വപ്നമാണ്, നിന്റെ കഷ്ടപ്പാടും നിന്റെ ഉറങ്ങാത്ത രാവുകളും വിയർത്തൊലിച്ച പകലുകളും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ കല്ല് പോലുണ്ടായിരുന്ന ഈ ഒരു ശില്പം എന്ന് പറയുന്നത്. ആ ഒരു ശില്പമാണ് ഇന്ന് തച്ച് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്ത ഇവന് പകരമായിട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് മൈക്കലാഞ്ചലോയുടെ ONV പറയുകയാണ്. മാപ്പ് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിവിയില്ല. മാപ്പ് നൽകുകൻ പ്രിയ മൈക്കലാഞ്ചലോ, മാപ്പ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിവിയില്ല. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്നാണ് ONV കുറിപ്പ് മൈക്കലാഞ്ചലോയോട് പറയുന്നത്. തന്നെ ക്രൂസിലേറ്റിയവരെ പോലും ഒരിക്കലും വെറുക്കാനോ അല്ലെങ്കിൽ ദേഷ്യത്തോടെ കാണാനും ക്രിസ്തുദേവനും കഴിഞ്ഞിരുന്നില്ല. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയില്ല, ഇവരോട് പൊറുക്കണമെന്നാണ് അദ്ദേഹം മരണത്തിന് മുമ്പ് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ മൈക്കലാഞ്ചലോയുടെ ONVയും പറയുന്നത്. ശില്പവഞ്ചനത്തിന്റെ ആ ഒരു വ്യസനം, തൻ്റെ കാലഘട്ടത്തിലാണല്ലോ ഈ ദുഷ്പ്രവൃത്തി നടന്നതെന്നുള്ള ഒരു അപമാനവും, അതുപോലെ തന്നെ ലോകത്തിലുള്ള സാംസ്കാരിക പൈതൃക ചിഹ്നങ്ങളെല്ലാം തന്നെ നശിപ്പിക്കപ്പെടുന്നതിനുള്ള വേദനയും എല്ലാം തന്നെ ഇവിടെ ONV കുറുപ്പിന്റെ ഈ ഒരു കവിതയിലൂടെ നമുക്ക് കാണാനായി കഴിയുന്നു. പലപ്പോഴും നമ്മൾ വലിയ അധികാര ചിഹ്നങ്ങളായിട്ടും അതുപോലെ നാടിൻ്റെ സമ്പത്തായിട്ടും സംസ്കൃത പൈതൃകമായിട്ടും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ശില്പങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ ഇന്നൊരു കച്ചവടത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതും അത് നശിപ്പിക്കപ്പെടുന്നതും അവിടെ ജാതിയും മതവും റേസിസവും എല്ലാം തന്നെ കടന്നു വന്നുകൊണ്ട് അതിനൊരു വില കൽപ്പിക്കാതെ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളൊരു വേദന കൂടി ONV കുറുപ്പിൻ്റെ ഈ ഒരു വാക്കുകളുണ്ട്. പണ്ടുണ്ടാക്കിയ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത്രയും കഴിവുള്ള പണ്ഡിതന്മാരും ശില്പികളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവർ ആ നാടിൻ്റെ പൈതൃകം നല്ല രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കുമായിരുന്നു.
എത്ര നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്കാരം കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക്, പുതുതലമുറയിലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള പല കവിതകളും ചിത്രങ്ങളും ശില്പങ്ങളും എല്ലാം തന്നെ നിർമ്മിക്കുന്നത്. അത് നശിപ്പിക്കപ്പെടാതെ പിന്നെയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ഈ ഒരു കവിതയിൽ കാണാനായി കഴിയും. ലാസ്ലോ ടോത്ത് എന്ന് പറഞ്ഞ ഒരു 33 വയസ്സുകാരനായിട്ടുള്ള മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു യുവാവായിരുന്നു ഈ ഒരു ശില്പം തകർത്തത്. ആ സമയത്ത് പോലും താനാണ് ക്രിസ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാൾ വല്ലാതെ ഒച്ചയെടുക്കുന്നുണ്ടായിരുന്നു. മയക്കുമരുന്ന് എത്രത്തോളം മനുഷ്യനെ സാരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ഒരു സംഭവം. നമുക്കിനി ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. നിർമ്മാണവും ശില്പഭഞ്ജനവും ആവിഷ്കരിക്കാൻ കവി ഉപയോഗിച്ച പ്രയോഗങ്ങളുടെ ഔചിത്യം വിശദമാക്കുക. നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നെ കൊടുക്കുക. പിയത്ത എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഒരിക്കലും മറന്നു പോകരുത്. കരുണ എന്നാണ് അതിനർത്ഥം വരുന്നത്. പിയത്ത എന്ന ശില്പത്തിന്റെ നിർമ്മാണവും ഭഞ്ജനവും വളരെ കാവ്യാത്മകമായും ഔചിത്യപൂർണതയോടും കൂടി തന്നെയാണ് കവി ആവിഷ്കരിച്ചിട്ടുള്ളത്. ശില്പനിർമ്മാണം തൻ്റെ കൺമുന്നിൽ കവിയും കൂടി പങ്കാളിയായി നടക്കുന്നത് പോലെയാണ് അദ്ദേഹം കവിത വർണ്ണിക്കുന്നത്. നമുക്കത് കവിത പഠിച്ചപ്പോൾ മനസ്സിലായി, താനും ആ ശില്പത്തിന്റെ ആ ഒരു നിർമ്മാണ വേളയിൽ പങ്കാളിയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇവിടെ കവി കവിത എഴുതിയിരിക്കുന്നത്. ശില്പിയുടെ കൈ ചുറ്റികയുമായി ആകാശത്തിലേക്ക് ഒരു കരിവണ്ടിനെ പോലെയാണ് മൂളിപ്പറക്കുന്നത്. ശില്പിയുടെ ഉളി വെള്ളക്കല്ലിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന സീൽക്കാര ശബ്ദവും കവി ഇവിടെ കേൾക്കുന്നു. ശില്പിക്ക് സൃഷ്ടവേളയിൽ ഉണ്ടാകുന്ന ഉറക്കമില്ലാത്ത രാവുകളും വിശ്രമമില്ലാത്ത ആ ഒരു വല്ലാത്ത വേദനകളും സ്വപ്നം കണ്ടുണരുന്നതും എല്ലാം കവിയുടേതു കൂടി ആയിത്തീരുകയാണ്. വിഗ്രഹഭഞ്ജനത്തിൽ അഗാധമായ ഖേദം, സങ്കടം കവിക്കുണ്ടാകുന്നു. പുതിയ തലമുറയ്ക്ക് ലഹരി വസ്തുക്കളോടുള്ള പ്രിയം അദ്ദേഹത്തെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പൈശാചിക കർമ്മത്തിന്റെ ചുറ്റിക ശബ്ദം ഇടിത്തി പോലെയാണ് കവിക്ക് അനുഭവപ്പെടുന്നത്. സൃഷ്ടിക്കായി കൈയുയർത്തേണ്ട ആ ചുറ്റിക സംഹാരത്തിനായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് കവി ഇവിടെ വിഗ്രഹഭഞ്ജനത്തെയായിട്ട് ആവിഷ്കരിക്കുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞതാണ്, കവിത എടുത്ത സമയത്ത് ചുറ്റിക 2 രീതിയിൽ അവിടെ നമുക്ക് കാണാൻ കഴിയാം. ഒന്ന് സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സീൽക്കാര ശബ്ദം, രണ്ടാമത്തേതാണെങ്കിൽ പൈശാചിക കർമ്മം പോലെ ഇടിത്തി പോലെയാണ് ചുറ്റിക വന്ന് പതിക്കുന്നത്. അതിലുള്ള ഒരു വേദന, മൈക്കലാഞ്ചലോയോടുള്ള ഒരു മാപ്പ്, അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ശില്പം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന, അതുമാത്രമല്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, തൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നുള്ളതിൻ്റെ ഒരു വല്ലാത്ത നിരാശയെല്ലാം തന്നെ ONV മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, പിന്നെയോ പ്രിയപ്പെട്ട മൈക്കലാഞ്ചലോ, നിനക്ക് നന്ദി നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു, നിൻ കരം മുത്തുന്നു ഞാൻ. ഇങ്ങനെ പറഞ്ഞ കവിക്ക് പിന്നീട് മൈക്കലാഞ്ചലോ മാപ്പു എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു പോയതാണ്, ഈസി ആയിട്ടുള്ളതാണ്. അപ്പം നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. മലയാളത്തിൻ്റെ പ്രിയ കവിയായിട്ടുള്ള ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് പ്രസ്തുത പാഠഭാഗം, അല്ലെങ്കിൽ മൈക്കലാഞ്ചലോ മാപ്പ്. മറിയത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വികാര തീവ്രമായിട്ടുള്ള രംഗം ശില്പമാക്കി മാറ്റിയ അനശ്വരനായിട്ടുള്ള ശില്പി മൈക്കലാഞ്ചലോവിന് കവി 1000 നന്ദിയുടെ സ്പന്ദന പുഷ്പങ്ങൾ നൽകുന്നു. കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം ഈ ശില്പം ലോകത്തിന് നൽകുകയാണ്. ഇതാണ് മൈക്കലാഞ്ചലോവിന് നന്ദി പറയാനായിട്ട് കവിയെ പ്രേരിപ്പിച്ചത്. എന്നാൽ പുതിയ തലമുറയ്ക്ക് ഈ ഒരു ഭാവം കൃത്യമായിട്ട് നുണയാനായിട്ട് കഴിയുന്നില്ല. 1972 ഹംഗേറിയക്കാരനായിട്ടുള്ള ലാസ്ലോ ടോത്ത് എന്ന ചെറുപ്പക്കാരൻ ആ പ്രതിമയ്ക്ക് നാശം വരുത്തി. 33 വയസ്സ് മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അവൻ. ഇടതു കൈ ഒടിഞ്ഞു ആ ഒരു ശില്പത്തിന്റെ. അതുപോലെ കണ്ണിനാണെങ്കിൽ കേടുപാട് പറ്റിയിരിക്കുന്നു. അയാൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു, മനോരോഗിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വിഗ്രഹഭഞ്ജകനായിട്ടും വാഴ്ത്തപ്പെട്ടിരുന്നു. ഇതൊക്കെയാവാം ONV കൊണ്ട് മാപ്പ് പറയാൻ പ്രേരിപ്പിച്ചത്. ഇതിൻ്റെ ഒരു വാൽകഷ്ണമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനും 2 പക്ഷമുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ പോലെ നിഷ്പക്ഷം എന്നൊരു പക്ഷമില്ല, പക്ഷമില്ലാതൊരു മനുഷ്യനുമില്ല എന്ന്. ഹംഗറിക്കാരനായിട്ടുള്ള ഈ ഒരു 33 വയസ്സുകാരൻ ഈ ഒരു ശില്പം, മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ്, ഒരു അടയാളമാണത്, ഒരു ചരിത്രമാണത്, ഒരു കലാകാരൻ്റെ സർഗവേദനയാണ് അവിടെ കാണുന്നത്. അത് നശിപ്പിച്ചവനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആ കാലഘട്ടത്തിൽ ഇന്നും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കവിത തന്നെയാണ് നമ്മൾ പഠിച്ചത്, ONV കുറുപ്പിൻ്റെ മൈക്കലാഞ്ചലോ മാപ്പ്. കൂടുതൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ പഴയ ചോദ്യങ്ങളും ആശയവും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് എക്സാം പോയിന്റിന്റെ ഗൈഡിൽ ലഭ്യമാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ഗുഡ് ബൈ.